റമളാനല്ല റമളാനല്ല മനുഷ്യരെ കർമ്മം കൊണ്ടനുഷ്ഠിച്ചു കാരുണ്യ മനസ്സേകി മാറ്റുന്ന റമളാനല്ല 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 മനുഷ്യരെ മനസ്സുകൊണ്ടടുക്കുവാനുണർത്തുന്ന റമളാനല്ല 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 മനുഷ്യനെ പിഴക്കാതെ മനസ്സിനെ അടക്കുന്ന റബ്ബിൻ്റെ റമളാനല്ല. ദുനിയാവിലെല്ലാരും ഒരുപോലെ ഒരു നേരത്തുണർന്നൊരു ബാങ്കിനായി നോമ്പുകൾ നോറ്റിടും റമളാനല്ല റബ്ബിൻ റമളാനല്ല. ദുനിയാവിൽ വിശന്നീടും വയറിന്റെ വേദന അറിയുവാൻ അറിയിച്ചൊരനുഭവമേകുന്ന റബ്ബിന്റെ റമളാനല്ല റമളാനല്ല. പെട്ടിയിൽ സമ്പാദ്യ മൂല്യങ്ങൾ തൊട്ടു നാം എത്രമേൽ നിസ്കരിച്ചാലും ഈ ദുനിയാവിൽ 30 നോമ്പിന്റെ പുണ്യങ്ങൾ നേടുവാൻ ഈ പുണ്യമാസത്തിൽ സക്കാത്തിൽ അർഹിക്കും കൈകളിൽ കാണുക. രാവിനുറക്കത്തിൽ ആഴ്ന്നു പോവാതെ നോമ്പിന്റെ ബാങ്കൊലി കേൾക്കുന്നു ഞാൻ റബ്ബേ. ഒരു നോമ്പെടുത്തോരോ ദിനങ്ങളും കഴിയുമ്പോൾ ഈ പുണ്യമാസം കഴിയരുതേ റബ്ബേ, ഈ പുണ്യമാസം കഴിയരുതേ റബ്ബേ. ചൂടുന്നധികമാണെങ്കിലും ദുനിയാവിൽ നോമ്പിന്റെ പുണ്യങ്ങൾ അറിയുന്നു ഞാൻ റബ്ബേ, നോമ്പിന്റെ പുണ്യങ്ങൾ അറിയുന്നു ഞാൻ റബ്ബേ. നോമ്പുകൾ നോറ്റെന്നിൽ വാങ്കൊലി കേൾക്കുമ്പോൾ നോമ്പു തുറക്കുവാൻ സംസം കിണറ്റിലെ വെള്ളം നുകർന്നൊരു പുണ്യമാണെന്നുടെ ഗൽബിൽ നിറയെ. സംസം കിണറ്റിലെ വെള്ളം നുകർന്നൊരു പുണ്യമാണെന്നുടെ ഗൽബിൽ നിറയെ. ഹായ്, ഞാൻ സുരേഷ് ബാബു വള്ളൂര്. പിന്നെ ഞാൻ പെട്ടെന്ന് എഴുതിയത് തന്നെയാണ് എന്ന് പറയാം. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിലും ഈ ഒരു മാസത്തിൻ്റെ അറിയാലോ, ഈ ഒരു മാസത്തിൽ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ പിന്നെ ഈ മാസത്തിൽ തന്നെ ഇതിൽ കൂടെ തന്നെ മറ്റുള്ള പണികളൊക്കെ വേണ്ടേ കുറേതായിട്ട്. അപ്പോൾ ഞാൻ എഴുതിയിട്ട് വിടുമ്പോൾ എനിക്ക് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതുണ്ട് എനിക്ക്. കാരണം ഈ റമളാനോ റമദാൻ എന്നാണോ, റമളാൻ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് നോക്കി അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്ന് ഇംഗ്ലീഷാണ്, ഒന്ന് പക്ഷെ അവിടെ എനിക്ക് പെട്ടെന്ന് പിന്നെ അങ്ങനെ ഈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അത് ഒരു വിഷയമാകണ്ട ചിലപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമ്മളെ ഭാഷയിൽ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ സംസം കിണറിൽ വെള്ളം നുകർന്നൊരു പുണ്യമാണ് എന്നാണ് കേട്ടോ. അത്രയും അതൊരു നോമ്പെടുത്ത ഒരാളുടെ അത് നോമ്പിറക്കുമ്പോൾ കാരക്ക ഇതാക്കിയിട്ട് കഴിച്ചിട്ട് തന്നെ, പക്ഷെ ഒരു തുള്ളി വെള്ളം കുടിക്കാതിരിക്കില്ലല്ലോ. പുലർച്ചെ മുതൽ ആ സമയം വരെ നിൽക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പുണ്യമാണ്. അത്രയും നോമ്പ് ഒരു ദിവസം പോലും നോമ്പ് മുടങ്ങാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തന്നെ ഇനി നോമ്പ് 30 അത് 60 എടുക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് തുടർന്ന് നോമ്പ് കഴിയുമ്പോഴുള്ള ഫീലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, നമുക്കറിയാം. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം, പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും ഞാൻ അധികം എനിക്ക് എഴുത്തുകൾ കിട്ടുന്നത് ഞാൻ പറയില്ല സുരേഷ് ബാബുവാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു കുറച്ച് ഇതില്ല. എനിക്ക് ഒരു പുസ്തകങ്ങളും അധികം വായിച്ചിട്ടൊന്നുമില്ലെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കടന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഞാൻ നോമ്പിൽ കടന്ന് കളിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതൊക്കെ ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു.
ഞാൻ പലപ്പോഴും അവിടെ കംപ്ലീറ്റ് ആൾക്കാരും ഈ മുസ്ലിംസ്, അതുപോലെ ഇവിടെ എല്ലായിടത്തും അതെ, ശങ്കരമംഗലം ഈ ഭാഗങ്ങളിലൊക്കെ അതെ. എങ്കിലും ഞാൻ കുറേ കാലം അവിടെ ആയിരുന്നു. അവിടെ ഈ വയൽ എന്നൊക്കെ പറയുന്ന സംഭവം കേൾക്കാനൊക്കെ പോവാൻ നമ്മുടെ കൂട്ടുകാർ, രാത്രി നമുക്ക് വേറെ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം അവരാ പിന്നെ ആ സമയങ്ങളിലൊക്കെ വായ കയറിക്ക് വണ്ടിയിൽ കയറിക്കുന്നു പറയും പോവും കയറും. അപ്പം അങ്ങനെ ആ ഒരു ചുറ്റുപാടൊക്കെ നമുക്ക് നല്ലോണം അറിയണതാണ്. ഒരു അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അവിടെ അങ്ങനെ എല്ലാവർക്കും. അപ്പോൾ ഇവിടൊക്കെ ജനിച്ചു വളർന്ന, അപ്പം അത് മാത്രമല്ല പിന്നെ അവിടെ നിന്നല്ല, ഇപ്പോൾ ഇവിടൊക്കെ നമ്മുടെ നാട്ടിൽ 2-ാം മൈലിൽ ഞാൻ ഓട്ടോറിക്ഷക്കാരനായതുകൊണ്ട് പല വിഭാഗക്കാരായിട്ടും പല ആൾക്കാരായിട്ടും നമുക്ക് പോകേണ്ട ഒരു മേഖലയാണ് എൻ്റെ ഓട്ടോറിക്ഷ മേഖല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം എല്ലാവരും, അപ്പം നമുക്ക് ഇവരെ എല്ലാവരെയും പറ്റി അറിയാം എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ കൂട്ടക്കാരെയും എല്ലാവരെയും പറ്റി അറിയാം, എല്ലാ സമൂഹത്തിനും പിന്നെ അറിയാം എന്നുള്ള. അതായത് ഈ പോലീസ് ഫോഴ്സിനെ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കാണ് നാട്ടിൽ കുറേ അറിയുന്നതും കുറേ ഫോഴ്സ് ഉള്ളതെന്ന് പറയാം ഓട്ടോറിക്ഷക്കാർ. അപ്പോൾ അങ്ങനെ വേറെ ഇപ്പോൾ അപ്പോൾ ഇനി പിന്നെ വരുന്നത് വിഷുവാണ്. വിഷുവിന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഷുവിന് എഴുതി വെച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ നോമ്പാണല്ലോ ഇപ്പോൾ വന്നത്. അപ്പോൾ നോമ്പിന് ഒന്ന് നമ്മളെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യണ്ടേന്ന് ഞാൻ ചിന്തിച്ചു. അത് ഓരോ സമയത്ത് പോസ്റ്റ് ചെയ്യും. എത്ര കാലം ഉണ്ടാവും, എഴുത്ത് കിട്ടും അല്ലെങ്കിൽ എങ്ങനെ വരുന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. ചിലപ്പോൾ കുറേ കഴിഞ്ഞ് നിൽക്കും, ഒന്നും പറയാൻ വയ്യ. പക്ഷേ എങ്കിലും ഞാൻ എഴുത്ത് കിട്ടുന്ന വഴിക്ക് പിന്നെ പല ആൾക്കാരും ചോദിക്കും, എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് എഴുത്തുകൾ കിട്ടുന്ന ഇങ്ങനെ, അല്ലെങ്കിൽ സമയം ഇതിനെവിടെ കണ്ടെത്തുന്നു? സമയമുണ്ട്. പല ആളുകളും നമ്മൾ ഓട്ടോയിൽ വിളിച്ചു പോയി എവിടെയെങ്കിലും കൊണ്ടുപോയി നിന്നാൽ അവിടെ 1 മണിക്കൂർ കയറാക്കും, അല്ലെങ്കിൽ അരമണിക്കൂർ. അങ്ങനെ ആ സമയത്ത് വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന കാരണം നമ്മൾ എഴുതുക, മൊബൈലിൽ തന്നെ എഴുതും. അങ്ങനെ പുസ്തകം പേരൊന്നും കയ്യിലൊന്നും ഉണ്ടാവില്ല, മൊബൈലിൽ തന്നെ എഴുതും. പിന്നെ രാത്രിയാണെങ്കിൽ 12 മണിക്കാകും കിടക്കാൻ. അപ്പം ആ സമയത്ത് വെറുതെ ഇങ്ങനെ ടെൻഷൻ ആലോചിച്ചിരിക്കുന്നതിനെക്കാട്ടും നല്ല നമുക്ക് ഇങ്ങോട്ട്. അപ്പം അങ്ങനെ ഓരോ സമയങ്ങൾ, നോട്ടില്ലാ സമയങ്ങളിൽ അങ്ങനെ സമയങ്ങൾ കണ്ടെത്തുക, അത്ര തന്നെ ഉള്ളൂ. അത് മറ്റ് സമയങ്ങൾ വേറെ കണ്ടെത്താതെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സമയമില്ല എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ തന്നെ സമയം ഇല്ലാഞ്ഞിട്ടു അല്ല ആൾക്കാർക്ക്. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു നമുക്ക് ഞാൻ തന്നെ ഇപ്പോൾ രാവിലെ ഇപ്പം 2-ാം മൈലിൽ വെള്ളം, ഞാൻ ഇന്നത്തെ പോകത്ര ശരിയല്ല, രാവിലെ വെള്ളം കൊണ്ടുവെക്കും. ഒരു കുടം വെള്ളം അവിടെ കുറേ കൊല്ലമായി അവിടെ കൊണ്ടുവെക്കുന്നു. അപ്പം അതൊക്കെ ഈ സമയത്തിൻ്റെ ഇടയിൽ ഇതെങ്ങനെ സമയം കിട്ടുക? സമയം ഉണ്ടാക്കില്ല, അല്ലാണ്ട് എന്താ ചെയ്യുക? ഓരോ സംഭവങ്ങൾ നമ്മൾ സമയം ഉണ്ടാക്കുക, ഓരോ എഴുത്തുകൾ സമയം ഉണ്ടാക്കുക എന്നാൽ. അപ്പോൾ ഇതിൻ്റെ മേലിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മറ്റുള്ള ചിന്തകളിൽ കൂടെ നമുക്ക് പോകാനൊരു മനസ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളത് കൂടി. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി അതൊക്കെ നമുക്ക് ആലോചിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സംഭവത്തെ കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ, ഇപ്പം ഒരു വണ്ടി പോകുമ്പോൾ അറിയാം വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അത് ഇത് എല്ലാം, അല്ലെങ്കിൽ തന്നെ ഒരു വണ്ടി കഴുകൽ, അത് പിടിക്കൽ, ഇതൊക്കെ കഴിഞ്ഞ് ഒരു മനുഷ്യൻ്റെ അറിയാലോ, ഏതൊരു സാധാരണക്കാരായാലും വലിയ ആൾക്കാരായാലും അവർക്ക് സമയങ്ങളുണ്ട്. അതിലും സമയം നമ്മളിത് കണ്ടെത്തിയാൽ നമ്മളെ തലക്ക് അല്ലെങ്കിൽ ബ്രെയിന് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും, നമ്മളെ അറിവുകൾ കിട്ടും. കുറേ പഠിത്തമൊന്നും ഇല്ലെങ്കിലും 10 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ചെറിയ അറിവുകളൊക്കെ നമുക്ക് കിട്ടാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക, പെരുന്നാൾ ആശംസകളും കൂടി നേരുന്നു. ഞാൻ അടുത്ത പെരുന്നാൾ വരുമ്പോഴേക്കുള്ളത്. ഓക്കെ.